നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് ഒരു വില്ല പ്രോജക്റ്റിനുള്ളിലാണ്. അതിനുള്ളിൽ ഒരു വീടാണ് എന്റെ പുറകിൽ കാണുന്നത്. നമ്മുടെ ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് പോത്തൻകോടിനും മംഗലാപുരത്തിനും ഇടയ്ക്കുള്ള വാവരമ്പലത്താണ്. 4.25 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ വീട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് വാഹന പാർക്കിങ്ങിനുള്ള സൗകര്യം. ഇവിടെ ആയിട്ട് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റിയേ. വെസ്റ്റ് ഫേസ് ആണ് നമ്മുടെ വീട് വന്നിട്ട്. പ്ലാവ്, ആഞ്ഞിലി, മഹാഗണി എന്നിവയിലാണ് തടികളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ. ലിവിംഗ് ഏരിയയിൽ നമുക്കൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിന്റെ ഒരു ഭാഗത്തായത് കൊണ്ട് തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും നമുക്ക് ഒത്തിരി സ്റ്റോറേജ് സ്പേസ് സ്റ്റെയറിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഡൈനിങ് ഏരിയയിൽ നമുക്കൊരു കോർട്ട്യാർഡ് പോലെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഒരു വാഷ് കൗണ്ടറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ കബോർഡുകൾ ലാമിനേറ്റഡ് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫേബറിന്റെ ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് വേണ്ടിയിട്ട് ബോർവെല്ലാണ് വരുന്നത്. ഇവിടെ ഒരു വർക്ക് ഏരിയ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് ലൈൻ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള 3 ബെഡ്റൂം ആണ് നമ്മുടെ വീടിന് വരുന്നത്. താഴെ 2 ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂം. ഇവിടെ ആയിട്ട് ഒരു ബാത്റൂംസ് നൽകിയിട്ടുണ്ട്. എല്ലാ റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂമും സെറയുടെ ഫിറ്റിംഗ്സും നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ താഴത്തെ 2ാമത്തെ ബെഡ്റൂം. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. മുകളിലത്തെ നിലയിലും വലിയൊരു ലിവിംഗ് സ്പേസ് ആണ്. അവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ പോയിന്റും ഉണ്ട്. മുകളിലത്തെ ബെഡ്റൂം വലിയ റൂമാണ്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നമ്മുടെ ഈ വീടിന് ചോദിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. വില അതിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോ നമ്പർ അല്ലേ ഇവിടെ ഉണ്ട്. നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് ഒരു വില്ല പ്രോജക്റ്റിനുള്ളിലാണ്. അതിനുള്ളിൽ ഒരു വീടാണ് എന്റെ പുറകിൽ കാണുന്നത്. നമ്മുടെ ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് പോത്തൻകോടിനും മംഗലാപുരത്തിനും ഇടയ്ക്കുള്ള വാവരമ്പലത്താണ്. 4.25 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ വീട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് വാഹന പാർക്കിങ്ങിനുള്ള സൗകര്യം. ഇവിടെ ആയിട്ട് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റിയേ. വെസ്റ്റ് ഫേസ് ആണ് നമ്മുടെ വീട് വന്നിട്ട്. പ്ലാവ്, ആഞ്ഞിലി, മഹാഗണി എന്നിവയിലാണ് തടികളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ. ലിവിംഗ് ഏരിയയിൽ നമുക്കൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിന്റെ ഒരു ഭാഗത്തായത് കൊണ്ട് തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും നമുക്ക് ഒത്തിരി സ്റ്റോറേജ് സ്പേസ് സ്റ്റെയറിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഡൈനിങ് ഏരിയയിൽ നമുക്കൊരു കോർട്ട്യാർഡ് പോലെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഒരു വാഷ് കൗണ്ടറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ കബോർഡുകൾ ലാമിനേറ്റഡ് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫേബറിന്റെ ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് വേണ്ടിയിട്ട് ബോർവെല്ലാണ് വരുന്നത്. ഇവിടെ ഒരു വർക്ക് ഏരിയ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് ലൈൻ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള 3 ബെഡ്റൂം ആണ് നമ്മുടെ വീടിന് വരുന്നത്. താഴെ 2 ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂം. ഇവിടെ ആയിട്ട് ഒരു ബാത്റൂംസ് നൽകിയിട്ടുണ്ട്. എല്ലാ റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂമും സെറയുടെ